മോളിത് വാങ്ങിക്കോ. വേറൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഞാനിത് വാങ്ങില്ലായിരുന്നു മാഡം. ഇപ്പൊ എനിക്ക് ഈ പണം അത്യാവശ്യം. എന്റെ അച്ഛൻ ജയിലില്ല. അച്ഛൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടേ മാഡത്തിന്റെ പണം ഞാൻ തിരിച്ചു തരാം. ഞാൻ ഈ പണം തരുന്നത് നിന്നെ സഹായിക്കാനായിട്ടാ, അല്ലാതെ എന്റെ ശത്രുവായ ശ്രീനിവാസനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനായിട്ടല്ല. നിനക്ക് വേണ്ടി എത്രമാത്രം പണം മുടക്കാനും ഞാൻ തയ്യാറാ. പക്ഷെ അയാളെ രക്ഷിക്കാൻ ഒരു ചില്ലിക്കാശ് ഞാൻ തരില്ല. എന്നെ എന്റെ മകളെയും കൊല്ലാനായിട്ട് ശ്രമിച്ച അയാൾ അങ്ങനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടണ്ട. ഇതാണ് മാഡത്തിന്റെ തനി നിറം. വേണ്ട മാഡം, അച്ഛന്റെ ശത്രുവായ മാഡത്തിൽ നിന്നും എനിക്ക് ഈ പണം വേണ്ട. പക്ഷേ എന്റെ അച്ഛൻ കാലാകാലം അവിടെ കിടന്ന് നരകിക്കുമെന്ന് മാഡം കരുതണ്ട. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അച്ഛനെ ഞാൻ പുറത്തിറക്കിയിരിക്കും. മോളിക്കുട്ടി, നമുക്കിറങ്ങാം. ഗാധമോളെ രക്ഷിച്ചതിനൊരു സമ്മാനം എന്നുള്ള നിലയിലാണ് അവക്ക് ഞാൻ ഈ പണം കൊടുത്തത്. പക്ഷേ ഇപ്പൊ അവക്ക് ഈ പണത്തിന്റെ ആവശ്യം ജയിലിൽ കിടക്കുന്ന ശ്രീനിവാസനെ രക്ഷിക്കാനാണെന്ന്. അതുകൊണ്ട് ഞാനതങ്ങ് തിരിച്ചു വാങ്ങിച്ചു. ജയിലിനകത്ത് കിടന്നിട്ട് പോലും എന്റെ മകളെ കൊല്ലാനായിട്ട് ആളെ അയച്ച ആളാണ് ശ്രീനിവാസൻ. അയാളുടെ സഹോദരി തന്നെ എന്നോട് പറഞ്ഞത്. എന്റെ മകൾക്കും എനിക്കും ഭീഷണിയായ ശ്രീനിവാസനെ പുറത്തിറങ്ങാനായിട്ട് ഞാൻ അനുവദിക്കില്ല സിനി. അയാൾ ഈ ജീവിതകാലം മുഴുവനും ജയിലിനകത്ത് കിടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. മമ്മി, 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 മോളെ, മോളെ, അയ്യോ കൊല്ലില്ലേ, എന്നെ തൊടല്ലേ, എന്നെ തൊടല്ലേ. സാരമില്ല, സാരമില്ല, സാരമില്ല മോളെ, സാരമില്ല. മമ്മിയാ. മമ്മി, അവരെന്നെ കൊല്ലാൻ പോവാ മമ്മി. അവരെന്റെ കഴുത്തില് കയറിടും. മോളെ, മമ്മി എന്നെ എങ്ങനെയല്ലേ രക്ഷിക്കും മമ്മി? നിനക്കൊന്നുമില്ല മോളെ. മമ്മിയല്ലേ പറയുന്നേ, പറയുന്നൊന്ന് കേക്ക് മോളെ. എന്റെ മമ്മി ആരൊക്കെ എന്റെ പുറകിൽ വന്ന് എന്നെ കൊല്ലാൻ പോവാ മമ്മി. ഞാൻ മരിക്കും മമ്മി. ഒന്നുമില്ല മമ്മി, അവരെന്നെ കൊല്ലും, എന്നെ കൊല്ലും. മരണം മുന്നിൽ കണ്ടു. സത്യം പറഞ്ഞ ഇതൊരു രണ്ടാം ജന്മമാണ് തങ്കച്ചി. നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. അപ്പൊ പിന്നെ അനുഭവിച്ച നിങ്ങളുടെ അവസ്ഥ എന്താ? ഞാൻ പറഞ്ഞില്ലേ തങ്കം, എല്ലാത്തിന്റെയും പുറകിൽ ആ സത്യവതി മൂർത്തിയായിരുന്നു. കുറച്ചുകൂടെ നേരത്തെ നമ്മളത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയ്ക്ക് അപകടം ഉണ്ടാവില്ലായിരുന്നു. ശരിയാ, ഗോപാലേട്ടൻ എന്നോടും പറഞ്ഞിരുന്നത്. കൃഷ്ണയെ പോലെയും മോളിക്കുട്ടിയെ പോലെയും ഞാനും തർക്കിച്ചു. അത്രയ്ക്കല്ലേ അനിയൻ സാറെന്ന് പറയുമ്പോ അവര് കാണിച്ചുകൊണ്ടിരുന്നേ. അവരുടെ മാറ്റം ഞാൻ നേരിട്ട് കണ്ടതാ സുനന്ദേ. ആ വീട്ടിൽ താമസിക്കുമ്പോ കൃഷ്ണയ്ക്കോ അനിയൻ സാറിനോ ജീവനിൽ ഒരു അപകടം ഉണ്ടാവാതിരുന്നത് ഭാഗ്യമെന്ന് കരുതിയാൽ മതി.